Hello everyone, Assalamu alaikum. Welcome back to Ruji Express. ഇന്ന് ഞാൻ രുചി എക്സ്പ്രസ്സിലൂടെ വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ട്രെസ് ലെച്ചസ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിലൊരു സീക്രട്ട് ആയിട്ടിരിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളിതിൽ സ്പോഞ്ച് കേക്ക് ഒന്നും റെഡിയാക്കി എടുക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ട്രെസ് ലെച്ചസ് കേക്കാണ്. അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപാരം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. കേക്ക് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക് സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കപ്പ് മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പാല് ഞാൻ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു 1/2 കപ്പാണ് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഫ്രഷ് ക്രീം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ഒരു 1/2 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഞാനിത് ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മിൽക്ക് മെയ്ഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, അത് നിർബന്ധമാണ്. ഫ്രഷ് ക്രീം നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ട്രെസ് ലെച്ചസ് കേക്ക് എന്ന് പറയുമ്പോൾ ഈ 3 ടൈപ്പ് മിൽക്കുകൾ കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഐറ്റമാണ് ട്രെസ് ലെച്ചസ് കേക്ക്. ഈ ഒരു സോസാണ് നമ്മുടെ കേക്കിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് തന്നെ പറയാം. അപ്പോൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ട്രേ ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബൗൾ എടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഏറ്റവും സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളിവിടെ സ്പോഞ്ച് കേക്ക് ഒന്നും റെഡിയാക്കി എടുക്കുന്നില്ല എന്നുള്ളത്. അതിന് പകരം നമ്മളിതേ ബ്രെഡ് സ്ലൈഡ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ബ്രെഡ് സ്ലൈഡ്സ് ഇതേ ഇതുപോലെ ഒന്ന് ജസ്റ്റ് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ലെയറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് 1 ലെയറായിട്ടോ അല്ലെങ്കിൽ 3 ലെയറായിട്ടോ ഒക്കെ സെറ്റ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. കുറച്ച് വലിയൊരു ട്രേ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു 16 ബ്രെഡ് സ്ലൈഡ്സ് ആവശ്യമായിട്ട് വന്നു കേട്ടോ. ഇനി നമുക്കൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കുത്തി കൊടുക്കുമ്പോൾ നമുക്കിതിലോട്ട് സോസ് ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതേ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സോസ് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സൈഡിലും ഒരുപോലെ എത്തണം. മാത്രമല്ല നന്നായിട്ട് തന്നെ സോസ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് തന്നെ നമ്മുടെ ബ്രെഡ് ഇവിടെ സോക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമ്മൾ സോസ് ഒഴിക്കുമ്പോൾ ലാസ്റ്റ് കുറച്ചവിടെ പെൻഡിങ് വയ്ക്കുക. അങ്ങനെ നമ്മൾ സോസ് കുറച്ച് എടുത്ത് വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ കേക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ കേക്കും സോസും നല്ല ടേസ്റ്റാണ് ഒരുമിച്ച് കൂടെ കഴിക്കുമ്പോൾ. അങ്ങനെ ബ്രെഡ് സ്ലൈഡ്സിൽ സോസൊക്കെ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം, അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ആവില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതുമാണ്. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ഞാനൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് ഒരു നോസിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നോസിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കിയിട്ട് താഴെ അറ്റത്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. മറ്റുള്ള കേക്കുകൾ ചെയ്യുന്ന പോലെ വലിയ ഡിസൈനൊന്നും ഇതിന് ആവശ്യമില്ല, ചെറിയൊരു സിമ്പിൾ ഡിസൈൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതേ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടുള്ള പിസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പിസ്ത ഇല്ലയെന്നുണ്ടെങ്കിൽ കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാമോ ഏതെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഇനി ഇതിന് മുകളിലോട്ടായിട്ട് നമ്മൾ ഡ്രൈഡ് ഫ്ലവറാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല, അതുകൊണ്ട് ഞാനിതേ ചെറി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ട്രെസ് ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. മാത്രമല്ല നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലായിട്ടുള്ള രുചി എക്സ്പ്രസ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നും കൂടെ പ്രസ് ചെയ്തേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വിശേഷങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് രുചി എക്സ്പ്രസ്സിലൂടെ വീണ്ടും കാണാം. താങ്ക്